ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ഇസ്ലാം മത വിമർശനം തുടങ്ങിയത് ഒരു ഉപജീവനമായിട്ടല്ല, അതുവഴി ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയുമല്ല. മറിച്ച് നമുക്ക് മനസ്സിലായ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞു. ഈ മതം ഉപേക്ഷിച്ചു, ശരി, ഈ മതത്തിനെ ഒന്നും അംഗീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നതുകൊണ്ട് ഞാൻ ഈ മതം ഉപേക്ഷിച്ചു. അതിൻ്റെ പേരിൽ ഞാൻ നേരിടേണ്ടി വന്നത് വലിയ രൂപത്തിലുള്ള മാനസിക പീഡനങ്ങളാണ്. ഒരുപാട് ഇല്ലാക്കഥകൾ മെനഞ്ഞ് അനാവശ്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് എന്നെ വീണ്ടും 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 ഈ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചടുപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പബ്ലിക് വേദികളിൽ വരാൻ തുടങ്ങിയതും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതിലൂടെ എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങിയതും. അങ്ങനെ പറഞ്ഞു. മതപരമായ വിഷയങ്ങളിൽ നിന്നും ക്രമേണ സ്കിപ്പ് ചെയ്ത് പൊതുവിഷയങ്ങളിലേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ പിന്നെയും വിടത്തില്ല. മതത്തെ വിമർശിക്കുന്നതിന് വേണ്ടി തന്നെ ഇവിടെ തളച്ചിടപ്പെട്ടതുപോലത്തെ അവസ്ഥയായി. ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട സാഹചര്യത്തിൽ ഒരു ബൈക്ക് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ഏകദേശം 10-15ഓളം ഉസ്താദുമാർ അതെടുത്ത് ജാമിദായ്ക്ക് അല്ലാഹു ശിക്ഷ കൊടുത്തു എന്ന രൂപത്തിൽ പരിഹാസ രൂപേണ ആ വിഷയം അവതരിപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണവും കലായും ഖദറും വിധിയും വിശ്വാസവും ഒക്കെ വീണ്ടും വീണ്ടും എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് എടുത്ത് സമൂഹ മാധ്യമത്തിലൂടെ തന്നെ പങ്കുവെക്കേണ്ടി വന്നു. ഖുർആനിലേക്ക് പോകുകയല്ലാതെ ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ വേറെ നിവൃത്തിയില്ല. കാരണം വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശിരി സ്വാബിരീൻ എന്നാ ഖുർആൻ പറഞ്ഞത്. അള്ളാഹു ഒരുപാട് വിഷയങ്ങളിൽ പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അതിനകത്ത് പണത്തിന്റെ ദൗർലഭ്യം അതിനകത്ത് പറയുന്നുണ്ട്. കടബാധ്യതകള്, വേർപാടുകള്, ദാരിദ്ര്യം, ഭയം തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങളിൽ അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പൊ എല്ലാം അറിയുന്ന പടച്ചോൻ എന്തിനാണ് പരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. അങ്ങനെയാണെങ്കിൽ 5 നേരവും നമസ്കരിക്കുന്ന, അള്ളാഹുവിനെ വിശ്വസിച്ച് അള്ളാഹുവിനെ ഭയന്ന് പ്രതീക്ഷിച്ച് ജീവിക്കുന്നവർക്കൊന്നും ഒരു പ്രശ്നങ്ങളും വരരുത്. ഒരു കടമോ ബുദ്ധിമുട്ടോ ഒന്നും വരരുത്. ഒരു പരീക്ഷണവും വരരുത്. അവർ അവരുടെ സ്ഥാവര ജംഗമങ്ങൾ ഒന്നും വിൽക്കേണ്ടി വരരുത്. ഏറ്റവും കൂടുതൽ ചാരിറ്റി നടത്തുന്നത് ആരാ? കാക്കമാരാണ്. ഏറ്റവും കൂടുതൽ ആശുപത്രി കേസുകളിൽ വരുന്നത് ആരാ? കാക്കമാരാണ്. ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോൾ പീഡിപ്പിക്കപ്പെടുകയും ഹജ്ജിന് പോകുമ്പോൾ ലിഫ്റ്റ് തകർന്ന് ചാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അള്ളാഹു അവരെ ഒക്കെ പരീക്ഷിക്കുകയാണോ ചെയ്യുന്നത്, ശിക്ഷിക്കുകയാണോ ചെയ്യുന്നത്? ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ചോദിക്കേണ്ടി വരുന്നത്. ഒരേ സമയം ജനിക്കുന്ന ഒരു ഹിന്ദു സ്ത്രീ പ്രസവിക്കുന്നു, ഒരു മുസ്ലിം സ്ത്രീ പ്രസവിക്കുന്നു, ഒരു ക്രിസ്ത്യൻ സ്ത്രീ പ്രസവിക്കുന്നു. അതിൽ ഹിന്ദു പ്രസവിക്കുന്ന കുട്ടിക്ക് മാത്രം ചൊവ്വാദോഷവും ശനിദോഷവും ഒക്കെ ഉണ്ടാകുന്നു. ഇതെങ്ങനെയാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം ദോഷങ്ങൾ വരണമെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ വരണമല്ലോ. അതുപോലെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും പരീക്ഷണങ്ങൾ വരും. മതത്തിലുള്ളവർക്കും വരും, മതത്തിലില്ലാത്തവർക്കും വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഈ മതം എന്നെ പോലെയുള്ളവർക്ക് വന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷയും നിങ്ങളെ പോലെയുള്ളവർക്ക് വന്നാൽ അള്ളാഹുവിന്റെ പരീക്ഷണവും ആളുകൾക്ക് കാര്യം മനസ്സിലായിരിക്കുന്നു. ഇനിയിപ്പോ ഇസ്ലാമിനെ വിമർശിക്കാൻ എന്നെ പോലെയുള്ള ഒരാളിൻ്റെയും ആവശ്യമില്ല. ഇസ്ലാം എന്താണ് എന്ന് ശരിക്കും വെടിപ്പായി കാണിച്ചു കൊടുക്കാൻ ഇന്ന് മുസ്ലിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാപകമായി ആളുകൾ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. ആ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ എന്താണ് മുസ്ലിം പുരോഹിതന്മാർ ചെയ്യുന്നത്? കുട്ടികളെ ഉണ്ടാകാൻ, കോഴിക്കാട്ടം വർദ്ധിക്കാൻ, കോഴി ബിസിനസ് വർദ്ധിക്കാൻ, കടബാധ്യതകൾ മാറാൻ, ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയോടും സ്നേഹമുണ്ടാകാൻ എന്തൊക്കെ ഉഡായിപ്പുകൾ ചെയ്തിട്ടാണ് പണം ഉണ്ടാക്കുന്നത് എന്ന് അവർ തന്നെ ഷോർട്ട് ഫിലിമിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് ഹലാൽ സ്വർണം, ഒരു മുഖ്താദിർ ഗ്രൂപ്പ് 2000 കോടി രൂപയുമായിട്ട് മുങ്ങിയ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത്. അപ്പൊ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ഇത്തരം സാമ്പത്തിക അതിമോഹങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുന്നു. ഇതുപോലെ അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. നോക്കിക്കും, പരസ്യമുണ്ട്. ഇനി ഞങ്ങളൊക്കെ മാറിയിരുന്നാൽ മതി. കൃത്യമായിട്ട് അവര് തന്നെ ഈ മതം എന്താണ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും പൊളിച്ചടുക്കുകയും ചെയ്യും എന്നതിൽ സംശയമില്ല.
അപാരമായിട്ടുള്ള തൊലിക്കെട്ടി വേണം ഈ വിഷയത്തിനകത്ത് പ്രതികരിക്കണമെങ്കിൽ. ഇതുപോലെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയതിന്റെ പേരിൽ ഇവരനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മൾ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് അവരുടെ ആ എഫേർട്ടിന് നമ്മളൊരു പ്രൊമോഷൻ കൊടുക്കണമല്ലോ. കാരണം സമൂഹത്തിലുള്ള ഇത്തരം സാമ്പത്തിക ചൂഷകരെ, മത ചൂഷകരെ, മതം വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന ആളുകളെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരേണ്ടത്, അവരെ വലിച്ചു കീറി ഒട്ടിക്കേണ്ടത് നമ്മുടെയൊക്കെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാവരുടെയും ബാധ്യതയാണ്. നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷമൊക്കെ? കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് കച്ചവടം കാര്യങ്ങളൊക്കെ? അപ്പൊ അതാ ഞാൻ പറഞ്ഞു, അന്നിപ്പോ എന്റെ അടുത്താ വന്ന് പോയില്ല. ഇങ്ങനത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അല്ല, അതൊക്കെ പടച്ചോണ്ട് വീട് കണ്ടായിരുന്നു നടന്നോളൂന്ന്. അങ്ങനെ അനവധി കേസ് ഇവിടെ വരുന്നുണ്ടല്ലോ. ഒക്കെ വിജയിച്ചിട്ട് തന്നെ പോയിട്ടുള്ളൂ. നമ്മളെടുത്ത് വരുന്നവരാരും പരാജയപ്പെടില്ല. പിന്നെ പന്റെ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഒരു കാര്യം ചെയ്തോ, ഇക്കുള്ളു ഉണ്ടായിച്ചാളെ ഗൂഗിൾ പേ ചെയ്താലും വേണ്ടില്ല, ഇനിയിപ്പോ വേറെ ഏതെങ്കിലും വകുപ്പിൽ ചെയ്താലും അക്കൗണ്ടിൽ ഇട്ടാലും കുഴപ്പമില്ല. അല്ല അതന്നെ പറഞ്ഞേ. അപ്പൊ അതിനുള്ള വർക്കത്തന്നെ കിട്ടിക്കോളും. അതുകൊണ്ട് അച്ചാളുണ്ടാ ഇന്റെ. പിന്നെ മറ്റേ ഞങ്ങൾ വേറൊരു കാര്യം പറയാൻ വിചാരിച്ചതേ, ഞങ്ങളൊരു ചായറ്റി നടത്തുന്നുണ്ട് ഇപ്പൊ. ഉണ്ട്, അതിപ്പോ നമ്മളെ നാട്ടിൽ നമ്മുടെ നാട്ടിലത്തെ ആരും ഇല്ലാത്ത ആൾക്കാർക്കും ഒക്കെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാന്നുള്ള നിലക്കേ. അതന്നെ. അല്ല, ഇവിടെ 3-4 ആൾക്കാരുണ്ട്, ഞാനും അതിലുണ്ട്. ഞങ്ങൾക്ക് നമ്പർ ഞാൻ അതിൽ. അപ്പൊ ഒരു കാര്യം ചെയ്യേണ്ട എന്താ വെച്ചാൽ എനിക്ക് വേണ്ട വിധത്തിലൊന്ന് കാണണം. അല്ല, അങ്ങനെ ഒഴിവായി പറയരുത്. അത് നിങ്ങളെ പോലത്തെ ആൾക്കാർ തന്നെയാണല്ലോ അതൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ വേണ്ട വർക്കത്തൊക്കെ നിങ്ങൾക്ക് പഠിച്ചോ തരാതിരിക്കില്ലല്ലോ. അപ്പൊ അതെ. അപ്പൊ ഈ എന്തായാലും അരിക്കുള്ളതും ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയിൽ ഉണ്ട്, അയക്കണോട്ടാ. അപ്പൊ എന്നാ ശരി, ഓക്കെ. വാലേക്കും അസ്സലാം. എവിടുന്ന വരുന്നേ? ഇപ്പൊ മകൾക്ക് ഇന്നലെ 3 കോള് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെ പേരെന്താ? അങ്ങോട്ടെ. രാവിലെ 11 മണിക്ക് വിളിച്ചല്ലേ? എന്തായിരുന്നു കാര്യം? 2 മിനിറ്റ് സംസാരിച്ചോ? ഒരു തിരക്കില്ല പറഞ്ഞു. ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതിന് വേണ്ടിക്കാണല്ലോ ഞാൻ ഇരിക്കുന്നത്. അതിന്റെ ഒരു തിരക്കുണ്ട്, അത് നോക്കണ്ട. ആ കാര്യം പറഞ്ഞു. എന്താണ് മനക്കെന്താ കച്ചവടം? എന്തിന്റെ കച്ചവടമാണ്? എന്തിന്റെ കച്ചവടമാണ് നമുക്ക്? കോഴിക്കാട്ടത്തിന്റെ. അപ്പൊ കോഴിക്കാട്ടപ്പത്തിന് ഇപ്പൊ കച്ചവടം ചെയ്യാം, ആൾക്കാർ എടുക്കണില്ല. അതാണ് ഇപ്പൊ എന്റെ പ്രശ്നം അല്ലേ? നാടൻ കോഴിയാണോ അതോ വാങ്ങണ്ടാന്റെ സ്വന്തം സ്ഥലത്ത് തന്നെ? എന്നിട്ട് അല്ല, കോഴിയും കച്ചവടം ഉണ്ടല്ലോ, കോഴിക്കാട്ടത്തിന്റെ മാത്രമല്ലല്ലോ. കോഴിനെ ആദ്യം വെക്കൂലേ? കോഴിക്കാട്ട ഡിമാൻഡ്. കോഴിക്കാട്ടത്തിന് ഇപ്പൊ ഡിമാൻഡ് ആക്കിയാലോ? അതല്ലേ ആവശ്യം. ഈ പണി നിർത്തില്ല അതൊക്കെ പണ്ട് ഒരു ചാക്കി നല്ല കാര്യം കോഴിക്കാട്ടത്തിന് ഡിമാൻഡ് ഉണ്ടാവണമെങ്കിൽ ആളുകൾ വന്ന് വാങ്ങി തന്നെ വേണം. അപ്പൊ അതിന് ആളുകൾ അങ്ങനെ എന്റെ ഫാമിലിക്ക് വരാനുള്ള എന്തെങ്കിലും ചെയ്യേണ്ടത്. കോഴികൾ തൂർന്നില്ല വെച്ചാൽ ഒരു വലിയ വിഷയം തന്നെയാണ്. കാരണം കോഴിക്കാട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആൾക്കാർക്ക് കൊടുക്കാനും പറ്റുള്ളൂ. ഉള്ളത് പാടെ കെട്ടി കിടക്കുന്നുണ്ട്. പുതിയ വന്ന ബാച്ച് കോഴികളൊന്നും തൂറാത്തല്ലേ? ഇനി വല്ല അടഞ്ഞിട്ടുണ്ടോ? അതെന്തെങ്കിലും ഉണ്ടോ? ഒരു കാര്യം ചെയ്യാം. ഞാനേ അല്ലല്ലേ അത് പിഞ്ഞാണത്തിൽ എഴുതി കൊടുക്കണാണ്. ചോറിന വയ്ക്കുന്നല്ല. ആവശ്യമില്ലാത്ത കാര്യം മൊത്തം പറയണം. നമുക്ക് കോഴിക്കാട്ടല്ലേ വേണ്ടത്? അതിനെ പോയി തൂറണം. അതിനെ ഞാനേ തുള്ളി വെള്ളം മന്ത്രിച്ചു തരാം. ഇത് കോഴികൾക്ക് കൊടുക്കുക. 1500 കോഴിയുടെ ഇത് ആദ്യം കൊണ്ടുപോയിട്ട് വലിയ ചെമ്പിൽ വട്ടത്തില് ചെമ്പിൽ കണ്ടൊഴിക്കുക. എന്നിട്ട് ആ വെള്ളം ഒരു ഫില്ലറിൽ എന്തെങ്കിലും ആക്കിയിട്ട് കോഴിയുടെ വായിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക. അങ്ങനെ വെച്ചു കൊടുത്താലും മതി. പിന്നെ ഒരു കാര്യമുണ്ട്, അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീട്ട കളിയാവോടെ. പോയി തീട്ടം നടന്നിട്ട് പിന്നെ കഴിഞ്ഞ് അത് നിൽക്കാൻ വേണ്ടി പറയുന്നത്. ഞനക്ക് അനക്ക് കുറവുണ്ട് ജ്വല്ലേശം കഴിച്ചോ? അത് കഴിക്കാം. ഇതെന്ത് തൂറല്ലേ വേണ്ടുള്ളൂ. അതിനുള്ളത് ഞാൻ വിളിച്ചു തരാം. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഉസ്താദുമാരുടെ പറ്റിപ്പ്. ഇത് പട്ടണത്തിൽ വെച്ചിട്ട് കോഴികൾ കൊത്തി കുടിക്കണോടത്ത് വെക്കുക. പിന്നെ കോഴി അന്ന് 3-ന്റെ അന്ന് കോഴി തൂറാൻ തുടങ്ങും. അത് കുറച്ചിട്ടാൽ മതി. അതിന് ബാക്കി അവിടെ എടുത്തോ. പിന്നെ തൂറാത്ത കോഴികൾ വരികയാണെന്ന് എന്താ ചെയ്യാ? ഗൂഗിൾ പേ അല്ലാതെ എന്താ വെച്ചാൽ കയ്യിൽ തന്നാളെ ഗൂഗിൾ പേ കുഴപ്പമൊന്നുമില്ല. കാര്യമായിട്ട് തന്നെ ഇട്ടോളിട്ടോ. മതി. ഓക്കെ, അസ്സലാമു അലൈക്കും. പോയി തുറിയില്ലെങ്കിൽ വിളിച്ചു പറയണം.
കേട്ടാ. ശരി. വാലേക്കും സലാം. ഇരുന്നോളൂ. എന്തായിരുന്നു, എവിടുന്ന വരുന്നേ? കൊടുങ്ങല്ലൂർന്നാ വരുന്നേ? അത് ശരി. 7 കൊല്ലം. നമ്മളൊന്നും ഉറക്കെ പറയ്ക്ക് കേൾക്കാല്ല. അപ്പൊ അതാണ് കാര്യം. കുട്ടികളില്ല 7 കൊല്ലമായിട്ടും. ഭർത്താവിന് എന്താ ജോലി? നാട്ടിൽ തന്നെ അല്ലേ? അപ്പൊ കുട്ടികളുണ്ടാവണം. വേറെ എവിടെയെങ്കിലൊക്കെ പോയിരുന്ന അതേപോലെ ആസ്പത്രിയിലും ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്ന നടത്തും. ഇവിടെ വന്നിട്ട് നടക്കാതെ പോയിട്ടില്ല. ഇവിടെ കുട്ടികളില്ലാണ്ട് ഇവിടെ വന്നിട്ടുണ്ടോ ഞാൻ റെഡിയാക്കി കൊടുത്തത്. ഒരു ബേജാറും വേണ്ട. എന്തായാലും ഇവിടെ എത്തിപ്പെട്ടല്ലോ. ഇനി കുട്ടികളെ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പറഞ്ഞേക്കണുള്ളൂ. ശരി. എന്തായിരുന്നു പേര് പറഞ്ഞത്? സെബീന അല്ലേ? സെബീന. ഭർത്താവിന്റെ പേരെന്താ? ബഷീർ അല്ലേ? ഒരു ഊത്തിന്റെ കുറവുണ്ടായിരുന്നു നിങ്ങൾക്ക്. പിന്നെ ഒരു ശൈത്യാനിയത്തെ എന്തോന്ന് ഇങ്ങനെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെയാണ് ആക്കിയത്. ഞാനൊന്നേ മുട്ടേമല എഴുതി തരാം. പിന്നെ അതൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യാം. അപ്പൊ കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടാ. ഒരു ബേജാറും ഇനി വേണ്ട. അവിടെ ഇരിക്കട്ടെ. അല്ല കജ്ജൊന്നും കൊണ്ട് കാട്ടിയ എന്റെ കജ്ജിലേക്ക്. എന്താ സാളൊന്ന് മാറ്റിക്കാൻ മൊത്തത്തിൽ ഞാനൊന്ന് കാണട്ടെ. സാള് മാറ്റി ഒന്ന് കാണാനാണ്. എന്നിട്ട് ഞാൻ ഊതിയരാം. ഷാള് മാറ്റണം, എന്നാലല്ലേ ഒക്കെ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഷാൾ ഇട്ട് കൂടിയാ ആളുടെ ഒരു ഘടന കാണണ്ടേ, എന്നാലല്ലേ ഏത് തരത്തിലാണ് നമ്മളതിന്റെ ചികിത്സ നോക്കേണ്ടത് എന്നുള്ളതുണ്ട്. ഈ സാളിട്ട് മാറ്റിയാ ഞാൻ ഇപ്പൊ ഊതിയരാം. ഷാള് മാറ്റാനല്ലേ പറഞ്ഞോളൂ. എന്താ പറഞ്ഞത്? വല്ലാത്തൊരു ഇടങ്ങാറ്. സാള് മാറ്റാൻ പറഞ്ഞപ്പോ മൂടും കളഞ്ഞു. അല്ല മുത്തേ, ഞാൻ ഇന്നിപ്പോ അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കല്ലേ, ഇച്ചിട്ട് പോരെ, വന്നോട് കിട്ട്. ഇന്ന വേണ്ട, ഞാൻ ഉണ്ട് തരാം. ഇന്നപ്പോ ജീര അൻപടെ ആയിക്കോട്ടെ. നല്ല മൂടില്ല ഞാൻ. പേടിച്ചില്ല. എന്റെ പേര് ജമാലി. അല്ല ഷാള് നിൽക്കാനല്ലേ അതെ ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ്. ഷാളല്ലേ നിൽക്കാൻ പറഞ്ഞോളൂ, ചുരിദാർ നിൽക്കാനല്ലല്ലോ ഞാൻ പറഞ്ഞു. എന്താണ് എന്റെ പെങ്ങന്മാരെ, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പൊന്നാറ് പെങ്ങളെ ഞാൻ പേടിച്ചില്ല. എന്റെ പേര് ജമാലി. അല്ല ഷാള് നിൽക്കാനല്ലേ അതെ ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ്. ഷാളല്ലേ നിൽക്കാൻ പറഞ്ഞോളൂ, ചുരിദാർ നിൽക്കാനല്ലല്ലോ ഞാൻ പറഞ്ഞു. എന്താണ് എന്റെ പെങ്ങന്മാരെ, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പൊന്നാറ് പെങ്ങളെ ഞാൻ ദർസിൽ പഠിച്ചതല്ല, ഞാൻ കിതാബ് മൊത്തം വായിച്ച് അരച്ച് കലക്കി പിടിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തോണ്ടിരിക്കുന്നത്. എന്ത് കള്ളത്തരം, എന്റെ അടുത്ത് വന്ന ഒരാൾക്ക് ഒരു ഭയം പറ്റിയിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കാത്തത്. ഞാൻ എന്ത് തോന്നിവാസം പറഞ്ഞു? ഞാൻ അല്ല അല്ല കുട്ടിയെ അല്ല 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 അതെ ഞാൻ പറഞ്ഞുതരാം. കേക്ക് മനസ്സിലാക്കി. ഈ സാള് ഇവിടുന്ന് ഇങ്ങനെ മാറ്റിയ ഈ പെരടിയിൽ ഒരു ഊത്തുണ്ട്. എനിക്ക് ജിന്നുള്ളതാണ് എന്റെ കൂടെ. അപ്പൊ അത്
ഈ നാട്ടിലുള്ള പല ഉസ്താദന്മാർക്കും ദോശ ഉണ്ടാക്കുന്നത് ഈ അന്നക്കൂടെ കൊള്ള ഉസ്താദന്മാരെ ഉണ്ടാകും. അന്നക്കൂടെ പല ഉസ്താദന്മാർക്ക് തന്നെ കള്ളത്തരം കാട്ടി കിടക്കുന്നുണ്ട്. എന്താ വിചാരിച്ചിട്ടുള്ളത്? ഇസ്ലാം എന്താണ് വിചാരിച്ചിട്ടുള്ളത്? ഇനി അന്ന് ഈ ജില്ലയെ പോയിട്ട് ഈ കേരളത്തിൽ കണ്ട കൊല്ലമട്ട മാത്രമാണ് നോക്കിക്കോ. പൊന്നാര പെങ്ങളെ, എനിക്ക് ജിന്നിന്റെ കറാമത്തുള്ള അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് ജിന്നിന്റെ കറാമത്തല്ല കോണാൻ പാടില്ല. ആൾക്കാരെ നോക്കുന്ന ഞാൻ അറിയില്ല. പോലീസിലേക്ക് ഞാൻ വരിക. പിന്നെ മാത്രമല്ല ഇവിടെ നല്ല ചുണക്കുട്ടികളായിട്ട് ഞാൻ വരും. ഒരു ഒറാമത്തെ ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട്. പിന്നൊരു കാര്യമുണ്ട്, ഇവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പ്രവാചകന് പോലും സിഹർ ബലിച്ചിട്ടുണ്ട് എന്ന ഹദീസില്ലേ? ഇതിനും ഹദീസുകളുണ്ട് തെളിവായിട്ട്. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ടെയ്നറുകളിൽ എടുത്താലും തീരാത്ത രൂപത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ ആ ഗ്രന്ഥങ്ങൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് തന്നെയാണ് ഇവർ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശരിയാണ്, നല്ലവരായിട്ടുള്ള ഉസ്താദുമാരുമുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. സമൂഹത്തെ സേവനം ചെയ്ത് സാമുദായിക സംസ്കരണം മാത്രം ലക്ഷ്യം വെച്ച ജീവിതം ഒഴിഞ്ഞു വെച്ച പ്രഭാഷകർ, ഇസ്ലാം മത പുരോഹിതരുണ്ട്. അവർക്ക് കൂടി ഇത്തരക്കാരൊരു കോട്ടമാണ് എന്നതും ശരിയാണ്. നന്ദി.